ഞാൻ കഴിഞ്ഞ ദിവസം ആമസോണിൽ നിന്ന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു സൽവാർ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിൻ്റെ റേറ്റ് വരുന്നത് ഒരു 800 സംതിങ് ആണേ. അപ്പോൾ അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളും അതുപോലെ തന്നെ കിച്ചണിലെ കുറച്ച് വിശേഷങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ ഇന്നത്തേത്. അപ്പോൾ ഇന്ന് സൽവാറിൻ്റെ റിവ്യൂ കാണാനായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം, അല്ലെങ്കിൽ ഫുള്ളായിട്ട് കാണാം, അങ്ങനെയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടാൽ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നിങ്ങളുടെ ആ സപ്പോർട്ടൊക്കെ തന്നെയാണ് ഞാനിപ്പോൾ ഓരോ വ്ളോഗും കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ചെയ്ത് പോകുന്നത്. അതുകൊണ്ട് എനിക്കിപ്പോൾ എന്താ പറയുക, ഒരു ലഹരി എന്നൊക്കെ പറയില്ലേ, ആ ഒരു അഡിക്ഷനിലോട്ട് ഞാൻ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തന്നെ തോന്നാണ് കേട്ടോ. എനിക്കിങ്ങനെ എവിടെയെങ്കിലും അങ്ങനെ വെറുതെ ഇരിക്കണ ഒരു പരിപാടിയില്ല. വെറുതെ ഇരിക്കുമ്പോൾ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നു, അത് ഷൂട്ട് ചെയ്യുന്നു, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നു, ആ ഒരു റുട്ടീൻ ഇങ്ങനെ നടന്നുകൊണ്ട് പോകും. ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ആഗ്രഹിച്ചൊരു കാര്യമാണ് കേട്ടോ ഒരു യൂട്യൂബ് ചാനലെന്ന് പറയുന്നത്. ഒരു 6-7 വർഷം മുമ്പ് തുടങ്ങി ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്നു. അന്നേ തുടങ്ങി ഞാൻ പലരുടെയും വ്ളോഗ്സൊക്കെ ഇങ്ങനെ കാണാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരുടെ വ്ളോഗ്സൊക്കെ കാണുമ്പോൾ എനിക്ക് അന്നേ തോന്നിയിട്ടുണ്ടായിരുന്നു ഇത് നമുക്കും എന്തുകൊണ്ട് തുടങ്ങിക്കൂടാന്ന് ഇങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് നമുക്ക് അന്നേ തുടങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ കുറേ വർഷങ്ങൾക്ക് ഇപ്പോഴാണ് നമ്മൾ ഇങ്ങനെ യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുന്നത്. പക്ഷെ ഇപ്പം എനിക്ക് ഭയങ്കര റിഗ്രറ്റ് ആട്ടോ. കാരണം നമുക്ക് അന്നേ തുടങ്ങാമായിരുന്നു എന്നുള്ള ഒരു ബോധം ഇപ്പം ഇങ്ങനെ വന്നു കേട്ടോ. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് ഇടിയപ്പം ചെറുപയർ കറി ആയിട്ട് ഉണ്ടാക്കുന്നത്. ചെറുപയർ കറി എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ, ഈ ചെറുപയർ തോരൻ പോലെ വെക്കുന്നതാട്ടോ. പക്ഷെ ഞാൻ ചെറുപയർ വേവിക്കാൻ നേരത്ത് കുറച്ച് വെള്ളം കൂടുതൽ ചേർക്കും, അതുകൊണ്ട് അത് ചെറുപയർ കറി. അതായത് വെള്ളം കൂടുതൽ ചേർക്കുന്നത് കൊണ്ട് തന്നെ വെന്ത് കഴിയുമ്പോൾ കുറച്ച് വെള്ളം അതിലുണ്ടാവും കേട്ടോ. അപ്പോൾ ആ വെള്ളം ഞാൻ തോരൻ പോലെ വെക്കാൻ നേരത്ത് മൊത്തത്തിൽ ഒഴിക്കും. ചെറുപയർ കറി പലരും വെക്കുന്നതൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് അതുപോലെ തന്നെ സിമ്പിളായിട്ടാട്ടോ ഞാൻ ഇതുപോലെ വെക്കുന്നത്. അതായത് കുറച്ച് വെള്ളം കൂടുതൽ ഒഴിക്കുമ്പോൾ അതൊരു ചാറ് രൂപത്തിലാവും, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് നിങ്ങളൊക്കെ വെക്കുന്നത് പോലെ ചെറുപയർ കറി അതായത് തേങ്ങാപ്പാലൊക്കെ ചേർത്തൊന്നും അല്ല ഞാൻ വെക്കുന്നത്. ഇത് സിമ്പിളാണ് കേട്ടോ. പക്ഷെ എത്രയൊക്കെ സിമ്പിളാന്ന് പറഞ്ഞാലും ഇവിടെ കുട്ടികൾക്ക് ചെറുപയർ എന്ന് പറയുന്നത് കാണാൻ പാടില്ലാത്തൊരു സംഭവമാണ് കേട്ടോ. എങ്ങനെയൊക്കെ കൊലത്തിയാലും എങ്ങനെയൊക്കെ ചാറ് രൂപത്തിൽ വെച്ച് കൊടുത്താലും അവർക്കത് ഇഷ്ടമല്ല. ഇത് വെക്കുന്ന ദിവസം ഒന്നല്ലെങ്കിൽ അവർ ഫുഡ് കഴിക്കുന്നത്, അതായത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത് അങ്ങോട്ട് ലാഗടിപ്പിക്കും, അല്ലെങ്കിൽ കഴിക്കില്ല, അങ്ങനെ ഒഴിഞ്ഞു മാറി പോകുകയാണോ പതിവ്. പക്ഷെ എന്നാലും നമ്മൾ വീട്ടിൽ മേടിക്കുമ്പോൾ ഇത് ഉപയോഗിക്കാണ്ടിരിക്കാനും പറ്റൂലല്ലോ, അതുകൊണ്ട് ഞാനിങ്ങനെ വെക്കും കേട്ടോ. പിന്നെ ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് പരിപ്പ് കറിയാണ് കേട്ടോ. പരിപ്പ് കറി കുറച്ച് വ്യത്യസ്തമായിട്ടാട്ടോ ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ നോക്കിയപ്പോൾ കുറച്ച് മാങ്ങ ഉണ്ടായിരുന്നു. അപ്പോൾ പരിപ്പും മാങ്ങയും കൂടി കറി വെക്കാമെന്ന് വിചാരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ ഇതിനു മുമ്പ് ഞാൻ പരിപ്പും മാങ്ങയും കൂടി ഇട്ട് കറി വെച്ചിട്ടില്ല കേട്ടോ. ഞാൻ ഓരോ ദിവസവും ഓരോ പരീക്ഷണങ്ങളിലൂടെ പോകുകയാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ഇത് ഉണ്ടാക്കിയപ്പോൾ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പരിപ്പിൻ്റെ കൂടെ മാങ്ങ, അതായത് പുളിയൻ മാങ്ങയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് എങ്ങനെ വരുമെന്നൊക്കെയുള്ള ഒരു കൺഫ്യൂഷനിലായിരുന്നു. പക്ഷെ ഞാൻ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് പറയാനുണ്ട് മക്കളെ, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായമാണ്, ഇത് ട്രൈ ചെയ്ത് നോക്കാത്തവർ എന്തായാലും ഇന്ന് തന്നെ ട്രൈ ചെയ്ത് നോക്കിക്കോട്ടോ. എന്തായാലും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഞാൻ കുറച്ച് പരിപ്പ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ അളവ് എങ്ങനെയാണ് പറയേണ്ടതെന്ന് എനിക്കറിയില്ല കേട്ടോ. എനിക്കൊരു ഏകദേശം കണക്കൊക്കെയാണ് കേട്ടോ. എനിക്ക് അങ്ങനെ അളവ് പാത്രങ്ങൾ തന്നെ പ്രത്യേകമല്ല. എനിക്ക് അളവ് പാത്രം ഞാൻ എടുക്കുന്നത് ഒന്ന് അരി എടുക്കാനും പിന്നെ മറ്റൊന്ന് അരിപ്പൊടി എടുക്കാനൊക്കെ കേട്ടോ. അല്ലാണ്ട് വേറെ ഒന്നിനും എനിക്ക് അളവ് പാത്രം അങ്ങനെയല്ല കേട്ടോ. എൻ്റെ ഏകദേശം കണക്ക് വെച്ചിട്ട് ഞാനിങ്ങനെ ഓരോന്ന് എടുക്കുകയൊക്കെ ഇഷ്ടോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇന്ന് ഈ പരിപ്പും മാങ്ങയും കറിയായിട്ട് ഒന്ന് വെച്ച് നോക്കട്ടോ, എന്തായാലും ഇഷ്ടപ്പെടുകയൊക്കെ ചെയ്യും. ഇതിൻ്റെ ഇടയിൽ വന്നിട്ട് ഞാൻ ചെറുപയർ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. ഞാനിതിൽ ഉള്ളി, അതായത് കടുകിട്ട് താളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അകത്ത് പോയിട്ട് പരിപ്പെടുത്ത് വെള്ളത്തിലിട്ട് കേട്ടോ. അപ്പോൾ ഞാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം വന്നിട്ട് ഞാൻ ആ ചെറുപയർ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ ചെറുപയർ കറി സെറ്റ് ആയിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, ആ ഒരു ടെക്സ്ചറിലാട്ടോ എൻ്റെ ചെറുപയർ കറി. ഞാൻ അതിൽ എക്സ്ട്രാ തേങ്ങാപ്പാലോ തേങ്ങ അരച്ചോ ഒന്നും ചേർത്തിട്ടില്ല. തേങ്ങ ചിരണ്ടിയത് കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ തോരൻ്റെ ടെക്സ്ചർ ആണെങ്കിൽ മറു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ ഒരു കറിയുടെ ടെക്സ്ചറൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചൂസ് ചെയ്യാം. പക്ഷെ ഞാൻ ഈ രൂപത്തിലാണ് ചെറുപയർ കറി വെക്കുന്നത് കേട്ടോ. ഭയങ്കര സിമ്പിളുമാണ്. അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഇടിയപ്പമൊക്കെ വെന്ത് കഴിഞ്ഞപ്പോൾ ഞാനത് എടുത്ത് തട്ടി എൻ്റെ കാസറോളിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കുറേ നാളുകൾക്ക് ശേഷം ഇന്ന് ഞാൻ ഭയങ്കര സിമ്പിളായിട്ട് തന്നെയാണ് കേട്ടോ ഇടിയപ്പം ഉണ്ടാക്കിയത്. അപ്പം നിങ്ങൾ വിചാരിക്കും എന്താ ഇത്ര സിമ്പിളായിട്ട് ഇടിയപ്പം ഉണ്ടാക്കിയെന്ന്. ഞാൻ കുറച്ച് നാളുകളായിട്ട് ഞാൻ ഒരു മണ്ടത്തരം ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. മണ്ടത്തരം എന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ, എൻ്റെ ഒരു അശ്രദ്ധ തന്നെയാണെന്ന് പറയാം. കാര്യം വേറെ ഒന്നുമല്ല, എൻ്റെ കയ്യിൽ ഒരു 2 അച്ചുണ്ട് കേട്ടോ. ഒന്ന് ഒരു സ്റ്റീലിൻ്റെ, മറ്റൊന്ന് വേറൊരു ഗോൾഡൻ കളറിലുള്ളതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പതിവായിട്ട് സ്റ്റീലിൻ്റെ തന്നെയാണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഡെയിലി ഈ സ്റ്റീലിൻ്റെ, ഡെയിലി അല്ല, ഇടിയപ്പം ഉണ്ടാക്കുന്ന ദിവസങ്ങളിൽ ഞാൻ ഈ സ്റ്റീലിൻ്റെ അച്ചാണ് യൂസ് ചെയ്ത് പോകുന്നത് കേട്ടോ. അപ്പോഴും ഞാൻ ഗോൾഡനെ മാറ്റി വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ മാറ്റി വെച്ചതിൻ്റെ മെയിൻ റീസൺ എന്താണെന്നുള്ളത് കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടുപിടിച്ചു കേട്ടോ. ഞാൻ ആ അച്ചിൽ 2 ചില്ല് ഒരുമിച്ചിട്ടിട്ട് അങ്ങോട്ട് പീച്ചാൻ തുടങ്ങി. അതായത് എൻ്റെ ഗോൾഡൻ അച്ചില്ലേ, ആ അച്ചിൽ 2 ചില്ലുകൾ ഇങ്ങനെ കൂടി കിടക്കായിരുന്നു. അതപ്പോൾ ഞാൻ
ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ അത് മാത്രമല്ല, അത് നമ്മൾ യൂസ് ചെയ്ത് വാഷ് ചെയ്യുമ്പോഴാണെങ്കിലും ഈ 2 ചില്ലുകൾ ഭയങ്കരമായിട്ട് ഒട്ടിയാട്ടോ ഇരിക്കുന്നത്. അത് നമുക്കറിയാനും പറ്റില്ലായിരുന്നു. എന്താണെന്നറിയില്ല. അപ്പോൾ ഒരു ദിവസം ഞാൻ നോക്കിയപ്പോൾ അതിൽ 2 ചില്ലുകൾ ഒട്ടി. അതായത് കുറേ കാലം ഞാൻ യൂസ് ചെയ്യാണ്ട് ഇങ്ങനെ മാറ്റി വെച്ചേക്കായിരുന്നു കേട്ടോ. അങ്ങനെ ഇരുന്നപ്പോൾ ഞാനത് ഒരു ദിവസം തുറന്ന് നോക്കിയപ്പോൾ അതിൽ 2 ചില്ലുകൾ ഇരിക്കുന്നു. അപ്പോഴാണ് എനിക്ക് എൻ്റെ മണ്ടത്തരം എന്താണെന്ന്, അതായത് എൻ്റെ അശ്രദ്ധ എന്താണെന്ന് എനിക്ക് അപ്പം മനസ്സിലായത് കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ കുറേ കാലം ഞാനത് എടുത്തു വച്ചിരിക്കുകയായിരുന്നേ. അപ്പോൾ ഞാൻ ഇന്ന് അതുകൊണ്ടാണ് പറഞ്ഞത്, ഇന്ന് ഞാൻ ഭയങ്കര സിമ്പിളായിട്ടാണ് കേട്ടോ ഇടിയപ്പം പീച്ചിക്കൊണ്ടിരുന്നത്. ഓൾറെഡി എൻ്റെ കയ്യിലിരുന്ന വെള്ളി അച്ചിൽ, അതായത് സ്റ്റീലിൻ്റെ അച്ചിൽ ഞാൻ ഭയങ്കര പ്രസ് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ ഞാനിങ്ങനെ പീച്ചിക്കൊണ്ടിരുന്നത്. പിന്നെ അതേ ഞാൻ പരിപ്പും മാങ്ങയും കറി വെക്കാനായിട്ട് മാങ്ങ കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അതിൻ്റെ തോലൊക്കെ ഒന്ന് പീൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ മാങ്ങ ഉണ്ടല്ലോ, ഈ മാങ്ങ കഴിഞ്ഞ ദിവസം ഞാൻ അയൽവാസിയുടെ മാവിൽ നിന്ന് പറിച്ചതാട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ഷോർട്സ് ഓൾറെഡി എൻ്റെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടപ്പോൾ ചില കൂട്ടുകാരൊക്കെ കമൻ്റ് ഇട്ടു. ഞാൻ തമാശയായിട്ടൊക്കെ ആയിട്ട് എടുത്തിരിക്കുന്നത്. നമ്മളങ്ങനെയാണ്, എല്ലാം ആ ഒരു ലെവലിൽ കണ്ടുപോകുന്ന ഒരാളൊക്കെ തന്നെയാണ് കേട്ടോ. ഇത് അയൽവാസികൾ ഇങ്ങനെ വെറുതെ കൊടുക്കാനിരിക്കുകയാണോ, അയൽവാസികളോട് ചോദിച്ചിട്ടാണോ പറിക്കുന്നത്, ഞങ്ങൾക്ക് തരൂ, ഇങ്ങനെയൊക്കെ ഉള്ള ഓരോ കമൻസ്, അതൊക്കെ ഞാൻ സന്തോഷപൂർവ്വം സ്വീകരിക്കുകയാണ് കേട്ടോ. ആക്ച്വലി അയൽവാസിക്ക് ആ മാവ് മാത്രമല്ല, വേറെ മാവുകളൊക്കെ ഉണ്ട് കേട്ടോ. അതിൽ നിറച്ച് മാങ്ങയൊക്കെ ഉണ്ട്. അപ്പോൾ കൂടുതലുണ്ടാകുമ്പോൾ അയൽവക്കത്തൊക്കെ കൊടുക്കുന്നത് സ്വാഭാവികമല്ലേ. നിങ്ങളുടെയൊക്കെ വീട്ടിൽ അങ്ങനെയൊക്കെയല്ലേ? അപ്പോൾ ഇവിടെ അങ്ങനെയൊക്കെയാണ് കേട്ടോ. പിന്നെ അത് മാത്രമല്ല കേട്ടോ, ആ മാവ് ഞങ്ങളുടെ വീടിനോട് ചേർന്നുള്ളൊരു മാവാണ് കേട്ടോ. നല്ല തണലൊക്കെയാണ്. അതുമാത്രമല്ല, ആ മാവ് അങ്ങനെ നിൽക്കുന്നത് കൊണ്ട് തന്നെ ഏതാണ്ട് ഞങ്ങളുടെ ഒരു മാവ് പോലെയായിട്ട് എനിക്ക് തോന്നുന്നത്. സത്യം എനിക്ക് അങ്ങനെ ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ നമ്മളിങ്ങനെ അയൽവക്കത്ത് കിടക്കുമ്പോൾ മാങ്ങ പറിച്ചോട്ടെ മാങ്ങ പറിച്ചോട്ടെ എന്ന് എപ്പോഴും എപ്പോഴും ഇങ്ങനെ ചോദിച്ച് പറിക്കലൊന്നും പോസിബിൾ ആവുന്ന കാര്യമല്ല. ഇൻ കേസ് നമ്മളൊന്ന് പറിച്ച് കഴിഞ്ഞിട്ട് പിന്നീട് കാണുമ്പോൾ എപ്പോഴെങ്കിലും പറയും, അങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ എപ്പോഴും എപ്പോഴും പോയിട്ട് ഞങ്ങൾ മാങ്ങ പറിച്ചോട്ടെ ഇങ്ങനെയൊക്കെ ചോദിക്കുമ്പോൾ അയൽവാസിക്ക് എന്ത് തോന്നും, അതും കൂടി നോക്കണ്ടേ. അപ്പോൾ അതുകൊണ്ട് തന്നെ ചോദിച്ചിട്ടൊക്കെ തന്നെയാണ് പറിച്ചിരിക്കുന്നത്. അങ്ങനെ ഞാൻ മാങ്ങാക്കറിയും, അതായത് പരിപ്പും മാങ്ങയും കൂടി കറി വെക്കാനായിട്ട് തേങ്ങ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ആ സമയം തന്നെ കുറച്ച് ചുവന്നുള്ളി തേങ്ങയിലേക്ക് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ട് അരച്ചെടുക്കണം, പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ പരിപ്പിൽ ഞാൻ കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്താണ് കേട്ടോ, കുറച്ച് വെള്ളം ഒഴിച്ചിട്ടാണ് വേവിക്കാനായിട്ട് വെച്ചത്. അത് വെന്ത് കഴിഞ്ഞപ്പോഴേക്കും ഞാൻ മാങ്ങയും പച്ചമുളകും കൂടി കട്ട് ചെയ്തത് അങ്ങോട്ട് ഇട്ട് കൊടുത്തു. കൂടെ കുറച്ച് മുളക് പൊടിയും ഉപ്പും കൂടി ചേർത്തിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ ഞാൻ പരിപ്പ് കുറച്ച് നേരം വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടത് കൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് നേരം പരിപ്പ് വേവിക്കേണ്ടതായിട്ട് വന്നില്ല കേട്ടോ. ഞാൻ ആദ്യമായിട്ടൊക്കെ ഒരു കറി വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും കേട്ടോ. അത് നന്നായിരിക്കുമോ, നല്ല ടേസ്റ്റ് ഉണ്ടാവുമോ, കൂടെയുള്ള ആൾക്കാരൊക്കെ കഴിക്കുമോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ എനിക്ക് ഉണ്ടാവും കേട്ടോ. ഇത് ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ഒരു കറി ആയതുകൊണ്ട് ഇതിൻ്റെ ടേസ്റ്റ് പോലും എനിക്കറിയില്ല. മാങ്ങയുടെ ടേസ്റ്റ്, മാങ്ങയ്ക്ക് നല്ല ടേസ്റ്റാണ്. അപ്പോൾ പരിപ്പിട്ട ഒരു വെറൈറ്റി ഫ്ലേവർ കിട്ടും എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഒരു മോശമായിട്ട് എന്തെങ്കിലും കറി ഉണ്ടാക്കി പോയിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ കഴിക്കും. പക്ഷെ കൂടെയുള്ളവർ അത് കഴിക്കണമെന്നില്ലല്ലോ. അല്ലെങ്കിൽ തന്നെ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ മക്കളൊക്കെ ആട്ടോ കൂടുതലും ഇങ്ങനെ കഴിക്കാണ്ടൊക്കെ മാറുന്നത്. അപ്പം നമുക്ക് ഉണ്ടാക്കി കൊടുത്തിട്ട് വെറുതെ വേസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് നമുക്കൊരു ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനെ ഏതെങ്കിലും കറികളൊക്കെ അവതവശം മോശമായി വന്നിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഞാൻ തന്നെ കൂട്ടി തീർക്കലാട്ടോ ഇവിടെ. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ ഞാൻ സംസാരിച്ച് ഇങ്ങനെ ഓരോന്നിങ്ങനെ പോവുകയാണ്. അപ്പോൾ ഞാൻ തേങ്ങ അരച്ചിട്ട് ആ അരപ്പയിലേക്ക് ചേർത്തിട്ടുണ്ടായിരുന്നേ. ചെറിയൊരു തിള വന്നപ്പോൾ തന്നെ ഞാൻ സിം ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ വേറൊരു ചട്ടി വെച്ചിട്ട് കടുകും ഉള്ളിയും കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. നല്ല അടിപൊളി കറിയാണ് കേട്ടോ. ഞാനിപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുന്ന സമയത്ത് ഞാൻ പറയുകയാണ്, ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ. എനിക്കിപ്പോൾ തന്നെ വായിൽ വെള്ളം വരുന്നുണ്ടേ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വന്നിട്ട് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഇരിക്കുകയാണ്. ഇടിയപ്പം ഉണ്ടാക്കിയപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് ചില സമയത്തൊക്കെ ഇടിയപ്പം ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹാർഡായിട്ടുള്ള നൂലായിരിക്കും കേട്ടോ. കാരണം വേറെ ഒന്നുമല്ല, അതിൻ്റെ പൊടി എന്തെങ്കിലും വ്യത്യാസം വരുമ്പോഴാണ് കേട്ടോ ഇങ്ങനെ സോഫ്റ്റ് ആവുന്നതും ഹാർഡാവുന്നതും. പിന്നെ ഇടിയപ്പത്തിൻ്റെ കൂടെ ചെറുപയർ കറി ഭയങ്കര അടിപൊളിയൊക്കെ തന്നെയാണ് കേട്ടോ. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇടയ്ക്കൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്താൽ അടിപൊളിയാണേ. ഡെയിലി ആകുമ്പോൾ നമുക്കൊരു മടുപ്പ് വരും. കുട്ടികൾക്ക് വലിയ ഇഷ്ടമൊന്നുമല്ല കേട്ടോ ഈ ചെറുപയർ കറി. അതിപ്പോൾ എങ്ങനെ കൊടുത്താലും ചെറുപയറിനോട് അവർക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ഞാൻ 2 ദിവസം മുമ്പ് ആമസോണിൽ നിന്ന് മേടിച്ചൊരു സൽവാർ സെറ്റ് ഇപ്പോൾ കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ കറക്റ്റ് റിവ്യൂ എന്താണെന്നുള്ളത് ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഈ ഫസ്റ്റിലെ ഈ സൽവാർ കണ്ടത് ഫ്ലിപ്കാർട്ടിലാണ് കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ ഞാൻ ഇപ്പോൾ പർച്ചേസ് ചെയ്യാത്തതിൻ്റെ, അതായത് ഇത് പർച്ചേസ് ചെയ്യാത്തതിൻ്റെ മെയിൻ കാര്യം
അതിൽ ക്യാഷ് ഓൺ ഡെലിവറി ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ മിക്കതും ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല. ഞാനിപ്പോൾ കുറേ സൽവാർ നോക്കിയിട്ടുണ്ട്, അതൊന്നും ഫ്ലിപ്കാർട്ടിൽ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല കേട്ടോ. എല്ലാം ഈ ഓൺലൈൻ പേയ്മെൻ്റ് ആണ്. പിന്നെയും എനിക്ക് ആമസോണിലാണ് കുറച്ചും കൂടി ക്യാഷ് ഓൺ ഡെലിവറി ആയിട്ടൊക്കെ പ്രോഡക്റ്റ്സ് ഒക്കെ മേടിക്കാൻ പറ്റണം കേട്ടോ. എൻ്റെ അഭിപ്രായത്തിൽ ഈ ഡ്രസ്സൊക്കെ ആകുമ്പോൾ ക്യാഷ് ഓൺ ഡെലിവറിയിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്നത് കേട്ടോ കുറച്ചും കൂടി നല്ലത്. ഫ്ലിപ്കാർട്ടിൽ ഇപ്പോൾ ആ ഓപ്ഷൻ ഇല്ലയെന്ന് തന്നെ തോന്നാണ് കേട്ടോ. ഞാൻ ഏതൊക്കെ സൽവാർ സെറ്റ് സെലക്ട് ചെയ്താലും അതൊന്നും ക്യാഷ് ഓൺ ഡെലിവറിയിൽ ഇല്ല കേട്ടോ, എല്ലാം ഓൺലൈൻ പേയ്മെൻ്റ് ആണ്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ലാത്തതുകൊണ്ട് ഞാൻ നേരെ ആമസോണിൽ ചെന്ന് നോക്കി അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ സെയിം റേറ്റിൽ തന്നെ കേട്ടോ ഇത് കിടക്കുന്നത്. നല്ലൊരു കോട്ടൺ റയോൺ എന്ന് പറയില്ല, അതാണ് കേട്ടോ മെറ്റീരിയൽ. ഇതിൻ്റെ വീനെക്കാണ് ഇതിൻ്റെ നെക്ക് പോർഷൻ വരുന്നത്, അതിൽ നിറച്ച് ത്രെഡ് വർക്കാണ് കേട്ടോ. അതുപോലെ തന്നെ ടോപ്പിൻ്റെ താഴെയും കുറച്ച് ത്രെഡ് വർക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഓൺലൈൻ പർച്ചേസിങ് ആയതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. പണ്ടൊക്കെ എനിക്ക് ഈ ഓൺലൈൻ പർച്ചേസിങ് നടത്താൻ ഭയങ്കര പേടിയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോഴൊക്കെ ഞാൻ പർച്ചേസ് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ, ഒരുപാട് റേറ്റുള്ള സൽവാറൊന്നും ഞാൻ സെലക്ട് ചെയ്യാറില്ല. റേറ്റ് കുറഞ്ഞതിലേക്ക് ഇങ്ങനെ കണ്ണു പോകും കേട്ടോ. അങ്ങനെ കുറേ സൽവാർ ഇങ്ങനെ സെലക്ട് ചെയ്ത് വയ്ക്കും. പിന്നെ അതിൻ്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്യലാണ് കേട്ടോ. അങ്ങനെ നല്ല റിവ്യൂസൊക്കെ നോക്കിയിട്ട് അതിൽ നല്ല റേറ്റിംഗ് ഒക്കെ ആണെങ്കിൽ ഞാനത് സെലക്ട് ചെയ്യും. അങ്ങനെ ഞാൻ റേറ്റിങ്ങും കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് മേടിച്ച ഒരു സൽവാർ സെറ്റാണ്. പിന്നെ ഇതിൻ്റെ റേറ്റ് തീരെ കുറവായതുകൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് ചാടി സെലക്ട് ചെയ്തു. പിന്നെ ഇത് വൈറ്റ് പാൻറ്റിൻ്റെ കൂടെയും അതുപോലെ തന്നെ ഷോളിൻ്റെ കൂടെയൊക്കെ പെയർ ചെയ്യാവുന്നതാണ്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒത്തിരി കളർ ചേഞ്ചൊക്കെ അതിൽ കിടക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഏതെടുക്കണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു ഞാൻ. അവസാനം എൻ്റെ കയ്യിലില്ലാത്ത കളർ ഇങ്ങനത്തെ ഒരു ഗ്രീനായിട്ടോ. ഇത് ഗ്രീനായിട്ട് നിങ്ങൾക്ക് തോന്നുന്നില്ല, എനിക്കൊരു ഗ്രീനായിട്ടാട്ടോ തോന്നുന്നത്. ഇതിൻ്റെ കറക്റ്റ് കളർ എന്താണെന്ന് എനിക്ക് പറയാനറിയില്ല. അപ്പോൾ എൻ്റെ കയ്യിലില്ലാത്തൊരു കളറായതുകൊണ്ട് ഞാനിത് ചൂസ് ചെയ്തു കേട്ടോ. പിന്നെ 800 സംതിങ്ങിന്, അതായത് 819 ആ റേഞ്ചൊക്കെ ആട്ടോ ഞാൻ ഇതിന് കൊടുത്തത്. ആ റേറ്റാണ് ഞാൻ ഇതിന് കൊടുത്തത്. അപ്പോൾ ആ റേറ്റിനുള്ള പ്രോഡക്റ്റ് ഇതിലുണ്ട് കേട്ടോ. അതായത് ആ ക്വാളിറ്റി ഉണ്ട്, അതിനുള്ള ക്വാളിറ്റിക്കുള്ള തുണിയൊക്കെ. പിന്നെ പലർക്കും ഡൗട്ട് ഉണ്ടാവും ഹൈറ്റ് ഉള്ളവർക്ക് ഇത് പറ്റുമോ എന്നുള്ളത്. എനിക്ക് നല്ല ഹൈറ്റ് ഉള്ള ഒരാളാണ് കേട്ടോ. എനിക്ക് ഇടാമെങ്കിൽ എന്തൊക്കെയായാലും അത്യാവശ്യം ഹൈറ്റുള്ള ആളുകൾക്കൊക്കെ ഇടാൻ പറ്റും. ഏകദേശം ഒരു 46, 47 ആ ലെങ്ത് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇഷ്ടമെങ്കിൽ എല്ലാവർക്കും ലൈക്ക് ചെയ്യാം, കമൻറ്റ് ചെയ്യാം, സപ്പോർട്ട് ചെയ്യാം. ഇനി മറ്റൊരു വ്ളോഗായിട്ട് വരുന്നവരെല്ലാവർക്കും ഓക്കെ, ബായ്.